നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സംഘർഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് അഭിമന്യുവിന്റെയും ധീരജിന്റെയും ഒക്കെ പേരുകളാണ്. അഭിമന്യുവിന്റെ ജീവനെടുത്ത അതേ മഹാരാജാസ് കോളേജിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായിരിക്കുന്നു. ആ വിദ്യാർത്ഥി സംഘർഷം കത്തിക്കുത്തിലാണ് കലാശിച്ചത്. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുറഹ്മാന് കുത്തേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാൽ, KSU പ്രവർത്തകൻ അമൽ ടോമി എന്നിവർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. 14 പേരടങ്ങുന്ന സംഘമാണ് SFI പ്രവർത്തകനെ മർദ്ദിച്ചതെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ പ്രതികരിച്ചു. ഇന്നലെ അത്യാവശ്യം വൈകിട്ടാണ് നാടകത്തിന്റെ പരിശീലനം കഴിഞ്ഞിട്ടുള്ളത്. ഒരു 12:00 നാടകത്തിന്റെ പരിശീലനം കഴിഞ്ഞ് നാസർ അതുപോലെ തന്നെ അശ്വതി എന്ന് പറയുന്ന കുട്ടികൾ താഴേക്ക് ഇറങ്ങി. സ്ലക്കം 4-ലാണ് ഈ പരിശീലനം. താഴേക്ക് ഇറങ്ങി ഉടനെ തന്നെ ഒരു 14 അംഗ സംഘം സഖാവിനെയും 4 പേരെയും വളയാണ്. അവിടെ കയ്യിൽ വടിവാള്, അതുപോലെ തന്നെ ഈ ബിയർ കുപ്പികള്, കല്ല്, മരക്കഷ്ണം ഇതൊക്കെ കൊണ്ടാണ് വളയുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ചെതറി ഓടുകയാണ്. നാസർ ഓടുമ്പോൾ നാസറിനെ മുണ്ട് പിടിച്ച് വലിച്ച് നിലത്തിട്ടിട്ടാണ് ഇവർ ഈ ക്രൂരത ചെയ്യുന്നത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള വിഷയമല്ല. നിരന്തരമായിട്ട് ക്യാമ്പസിലെ യൂണിയൻ പരിപാടികൾക്കിടയിൽ, SFIയുടെ സംഘടനാ പരിപാടികൾക്കിടയിൽ ബോധപൂർവ്വം അലമ്പാക്കുന്ന യൂണിയൻ പരിപാടികളൊക്കെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ബിലാല് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI ക്യാമ്പസിലെത്തി പ്രതികളെ തെരഞ്ഞു പിടിച്ച് 2 പ്രതികളെ കണ്ടെത്തി. ഒന്നാമത്തെ ആൾ അമൽ ടോമി എന്ന് പറയുന്ന ഒരാളാണ്. ഈ അമൽ ടോമി KSUവിന്റെ എറണാകുളം അസംബ്ലി സെക്രട്ടറിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് PG റപ്പായിട്ട് യൂണിയനിലേക്ക് മത്സരിച്ച ഒരാളാണ്. ബിലാലും ഫ്രട്ടേണിറ്റിയുടെ സജീവ പ്രവർത്തകനാണ്. ഫ്രട്ടേണിറ്റി തെരഞ്ഞെടുപ്പുകൾ, യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UUC ആയി അടക്കം മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. ഇവർ 2 പേരെയാണ് പിടിച്ചിട്ടുള്ളത്. KSU ഫ്രട്ടേണിറ്റി സഖ്യം ചേർന്നുകൊണ്ട് യൂണിയൻ പരിപാടികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. സംഘർഷത്തെ തുടർന്ന് കോളേജും ഹോസ്റ്റലും അനിശ്ചിതകാലത്തേക്ക് അടച്ചതായി കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. തിങ്കളാഴ്ച അധ്യാപകരുടെ മാതാപിതാക്കളുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ബുധനാഴ്ച കോളേജ് സർവകക്ഷി യോഗം നടക്കും. അതിനുശേഷമായിരിക്കും കോളേജ് തുറക്കുന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്നാണ് കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് കോളേജ് അടച്ചിടാനുള്ളൊരു തീരുമാനം? അതായത് കോളേജിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് അടുത്ത അനിശ്ചിതകാലത്തേക്ക് കോളേജും കോളേജ് ഹോസ്റ്റലും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ തിങ്കളാഴ്ച രക്ഷാർത്ഥ സമിതിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഓൾ പാർട്ടി മീറ്റിംഗ് ബുധനാഴ്ച വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം തുടർന്ന് നടപടികൾ. ഈ സംഘർഷത്തിനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ അതൊക്കെ ഗവൺമെന്റ് നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ബാക്കി ചെയ്യുന്നതാണ്. പോലീസിലെ കോളേജ് എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ഇന്നലെ വരെ ഞാനിവിടെ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് വന്ന ഉടനെ ഫസ്റ്റ് ചെയ്തത് മീറ്റിംഗ് കൂടി ഈ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം പരിധി വിടുന്നു അല്ല, അത് തോന്നുന്നുണ്ടോ? നോ മോർ കമന്റ്സ്. ഹോസ്റ്റലും കോളേജും കോളേജ് ഹോസ്റ്റലും. കാരണം അനിശ്ചിതകാലത്തേക്ക് കോളേജും കോളേജ് ഹോസ്റ്റലും. കാരണം കോളേജില്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, അതിന് പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ടൊക്കെ അന്വേഷണം നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു സമാധാന അന്തരീക്ഷമായിരുന്നു മഹാരാജാസ് കോളേജിൽ. പക്ഷേ ഇന്നലെ ഒരു അധ്യാപകനെതിരെ വിദ്യാർത്ഥിയുടെ കയ്യേറ്റം ഉണ്ടാകുന്നു. അതാണോ ഈ ഒരു വിദ്യാർത്ഥി സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള കാരണം? അഭിമന്യുവിന്റെ കൊലപാതകം, അതിനുശേഷം അഭിമന്യുവിന്റെ അമ്മയുടെ ആ നിലവിളി ഇപ്പോഴും കേരള ജനതയുടെ ചെവിയിൽ നിന്നും മാറിയിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും മഹാരാജാസ് കോളേജ് അത്തരത്തിലൊരു അതിക്രമത്തിലേക്ക് വഴിവെക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ SFI, KSU, ഫ്രട്ടേണിറ്റി സംഘടനകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷം നിലനിന്നിരുന്നു. SFI പറയുന്നത് ഈ ഒരു പ്രശ്നമുണ്ടാകാനുള്ള പ്രധാന കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം SFI അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഈ KSUവും ഫ്രട്ടേണിറ്റിയും തങ്ങളെ വേട്ടയാടുന്നു, യാതൊരു കാരണവുമില്ലാതെയുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രകോപനവും കൂടാതെയുള്ള പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ഇതിന്റെ പിന്നാലെയാണ് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നതും അത് SFI യൂണിറ്റ് സെക്രട്ടറിയായ നാസറിനെ കുത്തുന്നതുമായിട്ടുള്ള കുത്തി എന്നൊരു സംഭവത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നത്.
ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു നാടകോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു റിഹേഴ്സൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കോളേജിൽ നടന്നു വരികയാണ്. അതിന് പിന്നാലെ ഈ നാസർ, ഈ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ, അതായത് ഇന്നലെ കുത്തേറ്റ നാസർ അടങ്ങുന്ന കുറച്ചു പേർ, കൂട്ടുകാരെല്ലാവരും ഈ റിഹേഴ്സൽ കഴിഞ്ഞ ശേഷം ഈ ഹോസ്റ്റലിലേക്ക് മടങ്ങുകയായിരുന്നു. ഈ മടങ്ങുന്നതിനിടെയാണ് SFI ഫ്രട്ടേണിറ്റി അടങ്ങുന്ന സംഘം, അത് 15 പേരുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ 15 പേരും ഒരു കാരണവുമില്ലാതെ ഈ റിഹേഴ്സൽ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഇവർ നാലുപാടും ഓടുന്ന ഒരു സാഹചര്യം, ചിതറി ഓടിയിരുന്നു. പക്ഷെ ഇവർ പുറകിലേക്ക് ചെന്ന് പുറകിൽ കൂടി ഓടിച്ചിട്ടാണ് മർദ്ദിച്ചത്. അതിൽ നാസറിനെ കുത്തുകയും ചെയ്തു. ഇവരുടെ കയ്യിൽ ബിയർ കുപ്പികൾ അടക്കമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ ഓടിച്ചിട്ട് ആക്രമിക്കുന്നു. നാസറിന്റെ ശരീരമാസകലം വരയുന്ന, അതായത് വളരെ മാരകമായിട്ട് മുറിവേൽപ്പിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ ഉടൻ തന്നെ SFIയിലെ വിദ്യാർത്ഥികൾ നാസറിനെ കോളേജിൽ നിന്നും, ആ സംഭവ സ്ഥലത്ത് നിന്നും അടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ആ ജനറൽ ആശുപത്രിയിൽ എത്തിയെങ്കിലും കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഈ ഫ്രട്ടേണിറ്റി SFI KSU പ്രവർത്തകർ അവിടെയും ചെന്ന് ഒരു സംഘർഷമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഉടൻ തന്നെ ഈ ഡോക്ടറിന്റെ ജോലിക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ അവിടെ ഒരു സംഘർഷം നിലനിൽക്കുന്നു. പിന്നീടാണ് അവിടെ നിന്ന് ഈ നാസറിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോവുകയും ചികിത്സ നൽകുകയും ചെയ്തത്. നാസറിന്റെ ശരീരത്തിൽ ആകമാനം മുറിവുകളുണ്ട്. അതിലേറ്റവും വയറ്റിന് കിട്ടിയ, അതായത് വയറിനെ മുറിവാണ്, കുത്താണ് അല്പം രൂക്ഷമായിട്ടുള്ളത്. അതിനുശേഷം ഈ നാസറിന്റെ കൈവിരലിലെ ഞരമ്പ് മുറിഞ്ഞ ഒരു സ്ഥിതിയാണ്. അതിനൊരു ശസ്ത്രക്രിയ വേണമെന്നാണ്. ഈ SFI പ്രവർത്തകനെ കൊലപ്പെടുത്തുകയായിരുന്നോ ഈ ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെ നീക്കം? ലക്ഷ്യം അതായിരുന്നോ? ഈ വലിയ രീതിയിൽ, അതായത് നേരത്തെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് മഹാരാജാസിൽ ഭീതി വിതച്ചതെങ്കിൽ ഇപ്പോൾ ഫ്രട്ടേണിറ്റിയും സമാനമായ രീതിയിൽ ഒരു കലാപ അന്തരീക്ഷത്തിന് ആഹ്വാനം ചെയ്യുകയാണോ? ആ രീതിയിലുള്ള പ്രവർത്തനമാണോ അവിടെ നടത്തുന്നത് മഹാരാജാസിലെ നവമി? അങ്ങനെ തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്, ടോം. കാരണം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നാസറിന്റെ ശരീരത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളുള്ളത്, വയറ്റിലുള്ള കുത്താണ് ആഴത്തിലുള്ളത്. ഇതൊക്കെ നാസറിന് വലിയ ഗുരുതരമായിട്ടുള്ളൊരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ നാസറിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം നാസറിന്റെ നില മെച്ചപ്പെട്ടു വരികയാണ്. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രി ശസ്ത്രക്രിയ അടക്കം നടത്തുകയും ചെയ്തു. അതിനോടൊപ്പം, അതായത് ഇന്നലെ ആക്രമണം ഉണ്ടായതിലൊരു വിദ്യാർത്ഥിനി, അശ്വതി എന്നുള്ളൊരു വിദ്യാർത്ഥിനിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരെയും ഇന്നലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഇപ്പോൾ അവർ ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. എന്തായാലും SFI ആരോപിക്കുന്നത് ഈ KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർ തങ്ങളെ വേട്ടയാടുന്നു, യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുന്നു എന്ന നിലപാടിൽ തന്നെയാണ് SFI നിൽക്കുന്നത്. ഇത്തരത്തിലൊരു വേട്ടയാടൽ എത്രയും വേഗം അവസാനിപ്പിക്കണം. പോലീസ് ഈ 15 പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ SFI ഈ ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഈ ഡോക്ടറുടെ ജോലി തടസ്സപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ടോം ഇന്നലെ അവിടെ ഒരു അധ്യാപകനെതിരെ, ഒരു ഫ്രട്ടേണിറ്റിയിലെ തന്നെ ഒരു വിദ്യാർത്ഥി, ഒരു പ്രവർത്തകൻ അധ്യാപകനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ ഉണ്ടായി. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകർ SFIയെ ആക്രമിക്കുന്നു, വേട്ടയാടുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഈ ആക്രമണമേറ്റ അധ്യാപകനും SFI ഒരു കോളേജ് അനിശ്ചിതകാലത്തേക്ക് കൂട്ടിയെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പക്ഷെ ഇപ്പോഴും ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ കാണാൻ കഴിയും. ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതനുസരിച്ച് നിരവധി വിദ്യാർത്ഥികളെ ഉണ്ട് ക്യാമ്പസിൽ ഇപ്പോഴും. അത് SFI പ്രവർത്തകരാണോ? എന്താണ് അവരുടെ നീക്കം? ഏതെങ്കിലും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണോ? ടോം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ കലോത്സവവും അതുമായി ബന്ധപ്പെട്ട നാടകോത്സവത്തിന്റെ റിഹേഴ്സലുമായി ബന്ധപ്പെട്ടൊക്കെ കോളേജ് കുറച്ച് ദിവസങ്ങളായി ക്ലാസുകളില്ലായിരുന്നു. അതിനുശേഷമാണ് ഇന്നലത്തെ സംഘർഷാവസ്ഥയും പിന്നീട് കോളേജ് അടച്ചിട്ടിരിക്കുകയും. ഈ നിൽക്കുന്നതെല്ലാം SFI വിദ്യാർത്ഥികളാണ്. അവരുടെ സഹപ്രവർത്തകൻ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിൽ പ്രതിഷേധിച്ച് അവർ SFI മഹാരാജാസ് കോളേജിൽ നിന്നും മറൈൻ ഡ്രൈവ് വരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവർ ഈ വിദ്യാർത്ഥികൾ, ലോ കോളേജിലെ SFI വിദ്യാർത്ഥികൾ മഹാരാജാസ് കോളേജിലെ SFI വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു SFI പ്രവർത്തകനുണ്ട്. ഇന്നലെ എന്തായിരുന്നു
എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ക്യാമ്പസിനകത്ത് ആസൂത്രിതമായിട്ട് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ വലിയ രീതിക്കകത്ത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫ്രട്ടേണിറ്റിയും KSU ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഈ ക്യാമ്പസ് സാക്ഷ്യം വലിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി വലിയ രീതിക്കകത്തേക്ക് അക്രമത്തിനിരയായിക്കൊണ്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനകത്ത് ഉള്ളൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഇത്തരത്തിലൊരു പ്രശ്നം, അതായത് ഈ ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകർ SFI പ്രവർത്തകരെ നിരന്തരം ആക്രമിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോളേജിൽ നിലനിന്നിരുന്നോ? തീർച്ചയായും. കാരണം നമുക്കറിയാം ഇലക്ഷന്റെ നോമിനേഷൻ പ്രക്രിയ മുതൽ ഈ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റഡി ടൂർ ഉൾപ്പെടെയുള്ള ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യമായിട്ട് ഇലക്ഷന്റെ നോമിനേഷൻ പ്രക്രിയക്കകത്ത് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ വലിയ രീതിക്കകത്തേക്കുള്ള അലങ്കോലങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനുശേഷമായിട്ട് ഇവിടെ മലയാളം ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള വിദ്യാർത്ഥി SFIയുടെ പ്രവർത്തകൻ എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് യാതൊരു പ്രകോപനവും കൂടാതെ ഏകപക്ഷീയമുള്ള അക്രമം ഈ ഫ്രട്ടേണിറ്റി പ്രവർത്തകന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതിനുശേഷമായിട്ട് ഈ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ 3ാം വർഷ വിദ്യാർത്ഥികൾ സ്റ്റഡി ടൂർ പോകുന്ന സമയത്ത് ആ ട്രെയിനിനകത്ത് കയറിക്കൊണ്ട് ആ കമ്പാർട്ട്മെന്റിനകത്തേക്ക് ഒളിച്ചു കയറിക്കൊണ്ട് ആ വിദ്യാർത്ഥിയെ ആലുവ സ്റ്റേഷനകത്ത് വെച്ചിട്ട് വലിയ രീതിക്കകത്തേക്ക് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഇന്നലെ 20ഓളം വരുന്ന സംഘങ്ങൾ 7 പേര് മാത്രമാണ് ഈ ക്യാമ്പസിനകത്തുള്ളത്. ബാക്കി 13 പേരും ഈ ക്യാമ്പസിന് വെളിയിലുള്ള ആളുകളാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിക്കകത്തേക്ക് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഈ അധ്യാപകനെ ഇന്നലെ ഒരു മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ, ഒരു ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ, ഒരു വിദ്യാർത്ഥി, അതും ഇതുമായി ബന്ധപ്പെടുത്തുന്നുണ്ടോ നിങ്ങൾ? അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ കൃത്യമുള്ള പരാതികൾ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തു പോയിട്ടുണ്ട്. അതും ഫ്രട്ടേണിറ്റി പ്രവർത്തനം തന്നെയാണ് ചെയ്തു പോയിട്ടുള്ളത്. ഈ ക്യാമ്പസിന്റെ സമാധാന അന്തരീക്ഷത്തെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക തീരുമാനിച്ചിറങ്ങിയിട്ടുള്ള ഒരു നിലയാണ് ഇവിടുത്തെ ഫ്രട്ടേണിറ്റി അതുപോലെ തന്നെ KSU ചെയ്തു പോകുന്നത്. അതിനെ ആ രീതിക്കകത്ത് തന്നെയാണ് നമ്മൾ കണ്ടുപോകുന്നത്. ഈ അധ്യാപകൻ SFI വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ പ്രതികാരമായിട്ട് തന്നെയാണോ ഇന്നലെ അങ്ങനെ ഒരു അതിക്രമം ഉണ്ടായത്? ഒരിക്കലുമല്ല. അധ്യാപകൻ എന്ന് പറയുന്നത് ഈ നമ്മളെ ക്യാമ്പസിന്റെ യൂണിയൻ സ്റ്റാഫ് അഡ്വൈസറാണ്. സ്വാഭാവികമായിട്ടും SFIയുടെ യൂണിയനാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കകത്ത് ഇടപെട്ട് പോകുന്ന യൂണിയനാണ് ഈ അധ്യാപകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിയനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കകത്ത് ഇടപെട്ട് പോകുന്നതാണ്. അധ്യാപകനായിട്ട് ഏത് രീതിക്കകത്താണ് ഒരു ശത്രുത വെച്ച് പുലർത്തുന്നത് നമുക്കറിയില്ല. കാരണം പഠിക്കുന്ന അല്ലെങ്കിൽ അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനെ വലിയ രീതിക്കകത്തേക്ക് ആക്രമിക്കുന്ന രീതിക്കകത്തേക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അതായത് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വം ഫ്രട്ടേണിറ്റിയുടെ വിദ്യാർത്ഥികൾ മാറുന്നൊരവസ്ഥയാണുള്ളത്. ഇതൊരു കാരണവശാലും ക്യാമ്പസിനകത്ത് വെച്ച് പുലർത്താൻ വേണ്ടി സാധിക്കാത്ത കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഏത് വിധത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? നമുക്കറിയാം ക്യാമ്പസിനകത്ത് ഇനിയും കഴിഞ്ഞ കാലങ്ങൾക്കകത്ത് വർഗീയ തുലയാട്ടയെ നീതി വെച്ചതിന്റെ പേരിലാണ് നമുക്ക് അഭിമന്യു എന്ന് പറയുന്ന സഖാവ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വർഗീയ ശക്തികൾക്കെതിരെ ശബ്ദിക്കുന്നതിന്റെ ഭാഗം കൊണ്ട് SFIയുടെ സഖാക്കൾ ഇവിടെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഏത് രീതിക്കകത്താണോ ക്യാമ്പസിനകത്തേക്ക് കക്തി രാഷ്ട്രീയത്തിന്റെ അതുപോലെ തന്നെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്ന് പറയുന്ന KSU ഏത് രീതിക്കകത്താണ് SFIയുടെ പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നത്, ആ വലിയ രീതിക്കകത്തേക്ക് ഇത്തരത്തിൽ ആക്രമണം അയച്ചുവിടുന്ന സമയത്ത് ശക്തമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് SFIയുടെ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ടോം പറയുന്നത് പോലെ തന്നെ അധ്യാപകനെ വരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ കടന്നിരിക്കുന്നു. ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത്. കാരണം കോളേജിലെ രാഷ്ട്രീയം അധ്യാപകരെ വരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസായി മാറുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ആക്രമണം നേരിട്ട നാസർ ഇപ്പോൾ ആശുപത്രിയിലാണ്. അയാളുടെ നില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും SFI പ്രവർത്തകർക്കെതിരെ ഉള്ള വേട്ടയാടൽ തുടരുന്നു. അവരെ യാതൊരു കാരണവുമില്ലാതെ അതിക്രമിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് SFIയുടെ തീരുമാനം. ലോ കോളേജിലെ വിദ്യാർത്ഥികളടക്കം ഇവർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നു. അധ്യാപകനെതിരെ പോലും വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് കയ്യേറ്റം ഉണ്ടാകുന്ന സാഹചര്യം, ആ സംഭവത്തിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? വിദ്യാർത്ഥി, പ്രത്യേകിച്ച് അധ്യാപകനെ മർദ്ദിച്ച വിദ്യാർത്ഥിക്കെതിരെ കോളേജിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് നവമി? ടോം, പ്രിൻസിപ്പലിനോട് നമ്മൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. പ്രിൻസിപ്പൽ പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായി കോളേജിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഇനിയും ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ അധ്യാപകനും ഒപ്പമുണ്ടായിരുന്ന സഹ അധ്യാപകരുമൊക്കെ ഇതിൽ പ്രതിഷേധിച്ച് ഒരു നടപടിയെടുക്കണം, ഈ വിദ്യാർത്ഥിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ അധ്യാപകനെ മർദ്ദിച്ച മുഹമ്മദ് റാഷിദ്, 3rd ഇയർ BA അറബിക് വിദ്യാർത്ഥിയാണ്. മുഹമ്മദ് റാഷിദിനെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും റാഷിദ് ഇപ്പോൾ ഒളിവിലാണ്. റാഷിദിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അധ്യാപകൻ പറയുന്നത് തന്റെ വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് തനിക്കിത്
പോലീസോ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യമില്ല. അത് കോളേജിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു വിഷയം അവസാനിപ്പിക്കണമെന്നാണ് അധ്യാപകൻ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ഇതൊരു കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു ചെറിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കോളേജ് പ്രിൻസിപ്പലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് പരാതി നൽകുകയാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ നിയമ നടപടിയുമായി പോകാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. എന്തായാലും ഈ കേസിൽ, അതായത് ഇന്നലെ നാസറിനെ ആക്രമിച്ച കേസിൽ 15 പേർക്കെതിരെയാണ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. അതിൽ 2 പേർ ഫ്രട്ടേണിറ്റി പ്രവർത്തകൻ ബിലാൽ, KSU പ്രവർത്തകൻ അമൽ ടോമി എന്നിവരെ 2 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇവർക്കും ഇന്നലെ മർദ്ദനമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണുള്ളത്. ഇനിയും ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പോലീസ് ഇപ്പോൾ കോളേജിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇനിയും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ, വീണ്ടും കൂടുതൽ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിന്റെ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ SFIയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ സംഘർഷാവസ്ഥ ഇപ്പോൾ കോളേജിൽ നിലനിൽക്കുന്നില്ല. കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. SFI, KSU, ഫ്രട്ടേണിറ്റിയോ പ്രവർത്തകരൊന്നും കോളേജിലില്ല. ഇപ്പോൾ SFI വിദ്യാർത്ഥികൾ തന്നെയാണ് നാസറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോളേജിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിനിടെയാണ് SFI പ്രവർത്തകന് കുത്തേറ്റത്. SFI പ്രവർത്തകൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വധശ്രമത്തിനാണ് പോലീസ് 2 പേർക്കെതിരെയും കേസെടുത്തത്. 14 പേരടങ്ങുന്ന സംഘമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് SFI ആരോപിച്ചത്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കോളേജിൽ പ്രതിഷേധം നടക്കുകയാണ്. നവമി ദിനേശിലേക്ക് വേണ്ട. നവമി, ക്യാമ്പസിൽ ഇപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണോ? ഈ ക്യാമ്പസ് പൂട്ടിയതിനു ശേഷവും പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രംഗത്തിറങ്ങിയിരിക്കുകയാണോ? അതെ ടോം, കോളേജ് അടച്ചിട്ടതിന് ശേഷവും SFI പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഒരു പ്രതിഷേധവുമായി റോഡ്, അതായത് മറൈൻ ഡ്രൈവ് വരെ അവരൊരു പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുകയും ചെയ്തു. അതിന് ഐക്യദാർഢ്യവുമായി ലോ കോളേജിലെ വിദ്യാർത്ഥികളും എത്തുകയും ചെയ്തു. SFI ഇതിൽ പ്രധാനമായും ആരോപിക്കുന്നത് ഈ KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെ, അതായത് ഇന്നലെ കോളേജിൽ അതിക്രമം ഉണ്ടാക്കിയ ഈ പ്രവർത്തകരെ എത്രയും വേഗം പോലീസ് അറസ്റ്റ് ചെയ്യണം. മറ്റൊന്ന്, SFIക്കെതിരെ യാതൊരു പ്രകോപനവുമില്ലാതെ ഉണ്ടാകുന്ന ഈ അതിക്രമങ്ങൾ, ഈ വേട്ടയാടൽ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, ഇതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ അല്പസമയത്തിന് മുൻപ് ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ അവർ കോളേജിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഇവിടെ കോളേജിൽ ഇപ്പോൾ പോലീസിന്റെ സംരക്ഷണയിലാണ്. നോർത്തിലെ അടക്കം പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയും ഏതെങ്കിലും വിധത്തിലുള്ളൊരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊരു വിലയിരുത്തലിലാണ്, ഒരു നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് കോളേജ് ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോളേജ് അധികൃതർ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. കോളേജ് ഹോസ്റ്റലും അടച്ചുവെന്നാണ് കോളേജ് പ്രിൻസിപ്പൽ നേരത്തെ പ്രതികരിച്ചത്.